നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തലകറക്കത്തെക്കുറിച്ചാണ്. എൻ്റെ ഒ പിയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരാറുള്ള ഒരു കംപ്ലൈൻ്റാണ് തലകറക്കം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിൽ എല്ലാ രോഗികളും തലകറക്കം എന്ന് വിളിക്കുന്നത് വേറെ വേറെ കാര്യങ്ങളെയാണ്. കൃത്യമായ രീതിയിൽ ഇത് എന്ത് എന്ന് നിങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഉചിതമായ ചികിത്സ ലഭിക്കൂ എന്നത് മനസ്സിലാക്കണം. അപ്പോൾ എന്തൊക്കെ രോഗലക്ഷണങ്ങളെയാണ് ആളുകൾ തലകറക്കം എന്ന് വിളിക്കാറുള്ളത്? ഏറ്റവും ആദ്യത്തേതാണ് തലചുറ്റൽ അല്ലെങ്കിൽ വെർട്ടൈഗോ. നമ്മളുടെ ചുറ്റും മുറിയെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ നമ്മളുടെ തല തന്നെ കറങ്ങുന്നത് പോലെ തോന്നുക. ഇതിനെയാണ് വെർട്ടൈഗോ എന്ന് വിളിക്കുന്നത്. ഇത് തലച്ചോറിൽ എന്ത് പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്? തലച്ചോറിൽ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന സ്ഥലങ്ങൾ, അതല്ല എങ്കിൽ തലച്ചോറിൽ നിന്ന് ചെവിയിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് വരുന്ന ഡാമേജ്, ചെവിയുടെ ഉള്ളിലുള്ള ഇന്നർ ഇയർ എന്ന് പറയുന്ന ഭാഗത്തെ ബാലൻസ് കൈകാര്യം ചെയ്യുന്ന വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ പ്രശ്നങ്ങൾ, ഇവയാണ് വെർട്ടൈഗോ അല്ലെങ്കിൽ തലചുറ്റൽ ഉണ്ടാക്കുക. ഇപ്പോൾ തലകറക്കം എന്ന് പറഞ്ഞു വരുന്ന രോഗിക്ക് ഏറ്റവും സാധാരണമായ കാര്യമാണ് വെർട്ടൈഗോ. രണ്ടാമത് തലചുറ്റൽ എന്ന് പറയാറുള്ളത് പലപ്പോഴും ബോധക്ഷയം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഫെയിൻറ്റിങ് അല്ലെങ്കിൽ ലൈറ്റ് ഹെഡഡ്നെസ് എന്നതിനെയാണ്. ഇതെങ്ങനെയാണ് രോഗിക്ക് അനുഭവപ്പെടുക? കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ, തലയ്ക്ക് ഒരു ഭാരം പോലെ, ചിലപ്പോഴൊക്കെ പെടലിയുടെ അങ്ങോട്ടേക്ക് ഒരു വലിച്ചിൽ പോലെ. ഇത് ആണ് ലൈറ്റ് ഹെഡഡ്നെസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരിക്കലും രോഗികൾക്ക് ഇത് കിടക്കുമ്പോൾ ഉണ്ടാവില്ല. കുറേ നേരം എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ, അതല്ല എങ്കിൽ കിടന്നിട്ട് പെട്ടെന്ന് ചാടി എണീക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ആയിരിക്കാം കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തല ഒരു ലൈറ്റ് ആവുന്ന ഒരു ഫീലിംഗ് അവർക്ക് അനുഭവപ്പെടുക. രാത്രിയിൽ 8-9 മണിക്കൂറും കിടന്നതിന് ശേഷം എണീക്കുമ്പോൾ പ്രഷർ താന്നു പോകുന്നത് കൊണ്ട് ഈ ലൈറ്റ് ഹെഡ്നെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രീതിയിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കുറച്ച് അധികമായാൽ അപ്പോഴാണ് ബോധക്ഷയം അല്ലെങ്കിൽ സിങ്കോപ്പ് ഉണ്ടായി രോഗികൾ തലകറങ്ങി വീഴാറുള്ളത്. ശരീരത്തിലെ ജലാംശം കുറയുന്ന സാഹചര്യങ്ങളിൽ, ഒത്തിരി ചൂടുള്ള കാലാവസ്ഥകളിൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെയുള്ള സമയത്ത്, നിങ്ങൾക്ക് വയറിളക്കമോ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ എന്തെങ്കിലും പിടിച്ചിരിക്കുമ്പോൾ, ഹീമോഗ്ലോബിൻ നിങ്ങൾക്ക് കുറവാണെങ്കിൽ, എന്ന് വെച്ചാൽ അനീമിയ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നതിനുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ടുള്ള തലകറക്കവും ഉണ്ടാകാം. കിടക്കുന്ന സമയത്ത് ഇതുണ്ടാവില്ല എന്നുള്ളത് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത് രോഗികൾ തലകറക്കം എന്ന് വിളിക്കാറുള്ളത് വേച്ച് പോകുന്നതിനെയാണ്. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് എണീറ്റാൽ ഉടനെ ശരീരത്തിനൊരു ബാലൻസ് കിട്ടാതിരിക്കുക, അതല്ല എങ്കിൽ നടക്കുമ്പോൾ വലത്തോട്ടേക്കോ ഇടത്തോട്ടേക്കോ വേച്ച് പോവുക. ഈ വേച്ച് പോകലിനെ പല രോഗികളും തലകറക്കം എന്ന് വിളിക്കും. വേച്ച് പോകൽ എന്തൊക്കെ കാരണങ്ങളാലാകാം? പ്രായമേറിയ ആൾക്കാർക്ക് കുറച്ച് ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വരാം. തലച്ചോറിൽ ബാലൻസ് കൈകാര്യം ചെയ്യുന്ന സെറിബെല്ലം എന്ന് പറയുന്ന സ്ഥലത്തിന് വരുന്ന ക്ലോട്ടുകളോ മറ്റ് അസുഖങ്ങളോ ഒക്കെ വേച്ച് പോകലിന് വഴിവെക്കാം. ശരീരത്തിന് വേഗത കുറയുകയും വിറയലുണ്ടാക്കുകയും ചെയ്യുന്ന രോഗങ്ങൾ, ഉദാഹരണത്തിന് പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളുടെ ഭാഗമായും വേച്ച് പോകലുണ്ടാവാം. ഈ രോഗാവസ്ഥയിലൊക്കെ രോഗികൾ നടക്കുന്നതിന് വേഗത കുറവായിരിക്കും, കൈകൾക്കൊക്കെ വിറയലുണ്ടാവാം, ശരീരം ടൈറ്റാവാം. മറ്റു രോഗലക്ഷണങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ തലകറക്കത്തിനുള്ള കാരണം ഈ വേച്ചുപോകലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമതായി ബലക്കുറവ്. അപ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കാലുകൾക്ക് ബലം കുറവാണ് എങ്കിൽ, മുട്ടിൻ്റെ അവിടെ ബലക്കുറവുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള രോഗികൾ നടക്കുമ്പോൾ ബാലൻസ് കിട്ടാത്തതുകൊണ്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ ബാലൻസ് കിട്ടാത്തതുകൊണ്ട്, ബലക്കുറവ് കൊണ്ട് വേച്ച് പോയാൽ അതും ചിലപ്പോഴൊക്കെ രോഗികൾ തലകറക്കം എന്ന് പറഞ്ഞു വരും.
അഞ്ചാമത്തെ തലകറക്കത്തിൻ്റെ കാരണമാണ് ടെൻഷൻ. അപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും ഇടിച്ച് അപകടം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ കുറച്ച് ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഉള്ള രോഗികൾ പലപ്പോഴും ബാലൻസ് കിട്ടുന്നില്ല, വേച്ച് പോകും, നിൽക്കുമ്പോൾ കാല് വിറയ്ക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പലപ്പോഴും പരിശോധിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നും കാണില്ല. കുറച്ച് മനസ്സ് ശാന്തമാവാനുള്ള രീതിയിൽ കുറച്ച് കൗൺസിലിങ്ങും ടെൻഷൻ കുറയാനുള്ള ചില മരുന്നുകളുമൊക്കെ കൊടുത്താൽ അവർ മെച്ചപ്പെടാറുണ്ട്. പിന്നെ പലപ്പോഴും എപ്പോഴെങ്കിലും ഈ മുറിയെല്ലാം ചുറ്റിക്കറങ്ങിയുള്ള വെർട്ടൈഗോ, തലകറക്കം വന്നിട്ടുള്ള രോഗികൾക്കും അവർക്ക് എപ്പോഴും ഞാൻ വേച്ചു പോകും എന്നുള്ള പേടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ പിടിച്ച് വീഴരുതല്ലോ എന്നൊക്കെയുള്ള ചിന്തയോടെ നടക്കാറുണ്ട്. ഇതിനെ ടെൻഷൻ കാരണമുള്ള ബാലൻസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഫോബിക് അറ്റാക്സിയ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. രോഗികൾക്ക് എന്ത് പ്രശ്നമാണ് എന്ന് ഡോക്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അതല്ല എങ്കിൽ രോഗി ശരിക്കും തലകറക്കം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കണം. അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിഹാരവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തലകറക്കം ഉണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏത് ലക്ഷണത്തിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആലോചിച്ച് എന്നിട്ട് വേണം നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ. അതല്ല എങ്കിൽ തലകറക്കത്തിനായിട്ടുള്ള ചിലപ്പോൾ ഒരു വെർട്ടിൻ ടാബ്ലറ്റും വാങ്ങി തിരക്കേറിയ ഒരു ഡോക്ടറുടെ OPയിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ടി വരും. നിങ്ങളുടെ അസുഖം മാറുകയുമില്ല, നിങ്ങൾ അസ്വസ്ഥരായി തുടരുകയും ചെയ്യും. നന്ദി.